Take photo. Turn off audio. Audio recording is off. ഇത് ഇങ്ങനെ ഒരു ക്യാമറ നമ്മുടെ വണ്ടിയിൽ ഇല്ലാത്തതിന്റെ പേരിൽ ഈ ഉറച്ചിട്ട് പോയ വണ്ടി ഏതാതുപോലെ സ്പോട്ട് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡിന്റെ അതും 4000 രൂപയിൽ താഴെ ഒരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ഡാഷ് ക്യാം ആണ് ഇത്. 2K റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഫോട്ടോ എടുക്കും, അങ്ങനെ വോയിസ് കമാൻഡ് അടക്കം വരുന്ന ഒരു കുഞ്ഞൻ ഡിവൈസ്. മാത്രമല്ല ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഏതൊരാൾക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ ചെയ്യാനുള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഫീച്ചേഴ്സ് നോക്കാം. പെട്ടി വെട്ടിക്കാൻ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ ഡാഷ് ക്യാം, പിന്നെ ഒരു യൂസർ മാനുവൽ, പിന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്ക്രീനിൽ ഒട്ടിക്കാനായിട്ടുള്ള ഗ്ലാസ്സിൽ ഒട്ടിക്കാനായിട്ടുള്ള സ്റ്റിക്കർ, അതുപോലെ തന്നെ മറ്റ് അഡ്ഹസീവ് ടേപ്പുകൾ വരുന്നുണ്ട്. പിന്നെ അഡാപ്റ്റർ, പവർ കോഡ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വയറിങ് ചെയ്യുമ്പോഴത്തേനുള്ള ട്രിം ടൂള്. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ കിട്ടുന്നത്. അപ്പം മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ഡാഷ് ക്യാമിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെതായിട്ട് ഒരു ഓൺ ഡിസ്പ്ലേ ഇല്ല. സോ നമ്മൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് 70mm ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ ആയിരിക്കും നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേ പോലെ ഉപയോഗിക്കാനായിട്ട് പോകും. വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ക്യാമറ നേരെ ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു സ്റ്റിക്കർ കണ്ടു, ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നമ്മുടെ പവർ കോഡ് എടുക്കുക, ഇതുമായിട്ട് കണക്ട് ചെയ്യുക. ദെൻ നമുക്ക് ഇങ്ങനെ ഒരു ടൂൾ, ട്രിം ടൂൾ അതിനകത്ത് വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിത് ഇതുവഴിയാണ്, അതായത് വയർ ഇങ്ങനെ വെളിയിലേക്കൊന്നും കിടക്കാതെ നൈസായിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇതുണ്ട് നമ്മുടെ ഈ ഒരു വയർ ഫുള്ളായിട്ട് നമുക്ക് അകത്തേക്ക് ഇങ്ങനെ കയറ്റി വിടാം. അപ്പോൾ നമ്മൾ 70mm ക്യാം M310 ആണ് നമ്മുടെ ഇരിക്കുന്ന മോഡൽ. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വൈഫൈ ത്രൂ ആണ് നമ്മൾ ഈ ഒരു ഡാഷ് ക്യാമും നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ജസ്റ്റ് സെറ്റിംഗ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് പറ്റും. ഡ്യൂറേഷൻ്റെ കാര്യങ്ങളെല്ലാം ഇത്രയും സെറ്റിംഗ്സുകളിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ വിഷ്വലും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട ഞാൻ ഫ്രണ്ട് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ള നമുക്ക് ഡാഷ് ക്യാമിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എമർജൻസി വീഡിയോസ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു കൊളീഷൻ്റെ ടൈമിൽ വീഡിയോ എടുക്കുന്ന അങ്ങനെയുള്ള എമർജൻസി റെക്കോർഡിംഗ് വരുന്നുണ്ട്, ടൈം ലാപ്സ് വരുന്നുണ്ട്, ലൂപ്പ് റെക്കോർഡിങ്, അങ്ങനെയുള്ള ഒത്തിരി വീഡിയോ ഫംഗ്ഷനാലിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അതിനുശേഷം ആൽബത്തിലേക്ക് പോയാൽ അതുവരെ റെക്കോർഡായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മെയിൻ ഒരു കാര്യമാണ് കേട്ടോ. ലൈക്ക് എല്ലാ വീഡിയോസും ഒറ്റൊരു ഫോൾഡറിലും കിടക്കും. അതിൽ തന്നെ നമുക്ക് സോർട്ട് ചെയ്തും കിട്ടും. ലൈക്ക് എമർജൻസി വീഡിയോ ചെയ്ത്, ടൈം ലാപ്സ് വീഡിയോ ചെയ്ത്. സോ നമുക്ക് എന്തെങ്കിലും ഫയൽ തപ്പി എടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഫോട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്ത ഫോട്ടോ കണ്ടോ, അത്യാവശ്യം ക്വാളിറ്റി, ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേനും നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വോയിസ്, ഓഡിയോ കൂട്ടിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഓഡിയോ വേണ്ട, വീഡിയോ മാത്രം മതി, അതിനാണെന്നുണ്ടെങ്കിൽ മാനുവലി നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതിനെല്ലാം നമുക്ക് വോയിസ് കമാൻഡ് ഉണ്ട്, കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് വോയിസ് കമാൻഡിൻ്റെ കേൾപ്പിച്ചു തരാം. ലൈക്ക് നമുക്കിപ്പം ഓഡിയോ ഓഫാണ്. സോ നമുക്ക് ടേൺ ഓൺ ഓഡിയോ എന്ന് പറഞ്ഞാൽ അത് വർക്കാവും. വോയിസ് കമാൻഡ് നമുക്ക് നോക്കാം. ടേൺ ഓൺ ഓഡിയോ കേട്ടോ, ഓഡിയോ റെക്കോർഡിംഗ് ഇസ് ഓൺ. ഇനിയിപ്പോൾ നമുക്കത് ഓഫ് ആക്കണമെങ്കിൽ ടേൺ ഓഫ് ഓഡിയോ എന്ന് പറഞ്ഞാൽ മതി. ടേൺ ഓഫ് ഓഡിയോ. ഇതിനിപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ തന്നെ ടേക്ക് ഫോട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ വോയിസ് കൺട്രോൾ വരുന്നുണ്ട്, ആപ്പ് കൺട്രോൾ, ലൈക്ക് നമുക്ക് ഫോൺ ത്രൂ ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മാത്രമല്ല ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ഫീൽഡ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 130 ഡിഗ്രിയോളം ഫീൽഡ് ഓഫ് വ്യൂ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2K റെസൊല്യൂഷൻ ആണ്. പിന്നെ പാർക്കിംഗ് സർവൈലൻസ്. അപ്പം നമുക്ക് നോർമലി ഇപ്പോൾ കിട്ടിയ പോലെ ഇൻസ്റ്റാൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് സർവൈലൻസ് വരത്തില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഹാർഡ്വെയർ കിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് സർവൈലൻസും കിട്ടും. അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവുകയാണ്, അപ്പോൾ ആരെങ്കിലും കൊണ്ട് നമ്മുടെ വണ്ടിയിൽ ഉറച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് അവിടെ ഇല്ലെന്ന് വെക്കുക, നമ്മൾ അറിയുന്നില്ല ലൈക്ക് ആരാണ് ഇത് കൊണ്ട് ഉറച്ചിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തട്ടോ മുട്ടോ ഉണ്ടായാൽ നമ്മുടെ ഈ ഒരു ഡാഷ് ക്യാം തന്നെ അത് റെക്കഗ്നൈസ് ചെയ്ത് ആ ഒരു സ്പോട്ടിൽ തന്നെ ഒരു എമർജൻസി വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോഴത്തേനും അപ്പുറത്തും ഇപ്പുറത്തും ഫ്രണ്ടിലും ബാക്കിലും കിടക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എന്താണ് ഇങ്ങനെ സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും ഒരു തട്ടമുട്ടോ ഉണ്ടായാലും ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി വാഗണാറിൽ 70mm തന്നെ ഒരു ഡാഷ് ക്യാം ഞാൻ വെച്ചിട്ടുണ്ട്. അത് പക്ഷേ കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ നല്ലൊരു പ്രീമിയം സാധനമാണ്. ലൈക്ക് അതിന് തന്നെ ഓൺ ഡിസ്പ്ലേയും സാധനങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ കുറേ അധികം ആൾക്കാർ പറഞ്ഞായിരുന്നു കുറച്ചുകൂടെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഉള്ളൊരു ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തണം. സോ നമ്മൾ നാനോയ്ക്ക് വേണ്ടിയിട്ട് 70mm തന്നെ മേടിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ
ഇന്ന് മാർക്കറ്റിലുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡാണ് ഡാഷ് ക്യാമിൽ 70 അവരുടെ M310 ആണ് കേട്ടോ ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കറന്റ് 3949 രൂപയാണ് ഇതിൻ്റെ കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു 4000 എബോ, ഒരു 4200 സംതിങ് അങ്ങനെ പോകുന്നതാണ് ആക്ച്വൽ പ്രൈസ്. ഇപ്പോൾ ശകലം ഡിസ്കൗണ്ടും കാര്യങ്ങളും കിടപ്പുണ്ട്. ശരിക്കും നമ്മൾ നാനോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബഡ്ജറ്റ് സാധനം മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നാനോ കൂടുതൽ നമ്മൾ ലോക്കൽ ഓടത്തിനല്ല ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ടൊരു പ്രൈസ് കൊടുത്ത് ഡാഷ് ക്യാം ഒന്നും മേടിച്ചേക്കേണ്ട ആവശ്യമില്ല. സോ എനിക്ക് തോന്നി കൂടുതലായിട്ടും നമ്മളൊരു ബഡ്ജറ്റ് സാധനം നിങ്ങളെ പരിചയപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കുറച്ചുകൂടെ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലെ എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.